ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസം. ഇന്ന് ഞാൻ എഴുതിയിട്ടുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ തൃക്കൈ വെണ്ണയാണ്. ആ വെണ്ണയും പഴവും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് ഗൈസ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാൽപ്പായസമാണ് എനിക്കേറെ ഇഷ്ടം. ഇവിടുത്തെ പാൽപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് പാൽപ്പായസം കഴിക്കണം. നമുക്ക് കുറേ കിട്ടിയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ ആൾക്കാർ തരുമ്പോഴൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. 1 മണിക്കാണ് നമ്മുടെ ഇവിടുത്തെ പാൽപ്പായസം കൊടുക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഈ ഒരു പഴമയും പ്രകൃതി ഭംഗിയും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാനായിട്ട് നമുക്ക് തോന്നിപ്പോവും. ഇതാണ് ഇവിടുത്തെ കുളം കേട്ടോ. നമ്മളപ്പോൾ അതെ ഇവിടെ ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്. കുളത്തിൽ ഇറങ്ങി ഒന്ന് കാല് കഴുകാൻ പോണേ. നമ്മുടെ ഈ ഒരു കുളത്തിൽ ചെറുതായി ചൂടൊക്കെ ഉണ്ട്. നമ്മുടെ വെയിൽ കാരണമാണിത്. ഞാനിപ്പോൾ കാലൊക്കെ കഴുകുന്നുണ്ട്. അപ്പം നമ്മൾ അമ്പലപ്പുഴ കുളത്തിൽ കാലൊക്കെ കഴുകിയപ്പോൾ കയറാൻ പോവുകയാണ്. ഈ ഒരു അമ്പലത്തിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അകത്ത് അലൗഡ് അല്ല വീഡിയോ എടുക്കണം, പുറത്ത് നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ ഇവിടെ കുറേ ഒരു വിഗ്രഹങ്ങൾ, കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് കേട്ടോ. നമ്മളപ്പോൾ അമ്പലം മുഴുവൻ ചുറ്റി കാണാനായിട്ടാണ് പുറത്ത്. ഇവിടെ ആൽമരമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഭംഗിയുള്ള ഗോപുരങ്ങളൊക്കെയാണ് ഉള്ളത്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് കേട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇവിടെ കുറേ നമ്മുടെ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത്. ആലപ്പുഴയിലാണ് ഇതൊരു സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലം. ഈ പാൽപ്പായസം രുചിക്കാൻ മാത്രമായി നിരവധി ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ശ്രീകൃഷ്ണനും ഒരു രാജാവും തമ്മിൽ ചതുരംഗ കളിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പാൽപ്പായസം നിവേദ്യമായി കൊടുക്കാറുള്ളതെന്നാണ് വിശ്വാസം. അപ്പം നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് തൊഴുത് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ഷേത്രവിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ പുതിയൊരു വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ വീണ്ടും നമ്മൾ കുറേ വീഡിയോസായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.